ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. JC ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സോ മക്കളെ, നമുക്കറിയാം നമ്മുടെ ക്രിസ്മസ് എക്സാം വരാനായിട്ടുണ്ട്. സോ ക്രിസ്മസ് എക്സാമിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സോഷ്യൽ സയൻസിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് മാപ്സ് ആൻഡ് ടെക്നോളജി ടു നോ ദ എർത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സാങ്കേതികങ്ങളും എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഈ ചാപ്റ്ററിനെ നമ്മൾ എന്താണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിന്റെ പ്രധാനപ്പെട്ട ചില ആൻസേഴ്സ് നമ്മൾ എന്ത് ചെയ്യാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാണ്. സോ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, കാണണം. സോ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മക്കളെ, നിങ്ങൾക്ക് ഇതുവരെ ട്യൂഷനും കാര്യങ്ങൾക്കും പോകാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ബെറ്റർ ഓപ്ഷനാണ് അവെഞ്ചേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. അവെഞ്ചേഴ്സ് ബാച്ചിനകത്താണെങ്കിൽ ഇപ്പോൾ വലിയ ഓഫർ ഉണ്ട്. 30% ഓഫർ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ് ലഭ്യമാണ്. സോ വലിയ ഒരു എന്താ പറയുക, നിങ്ങളെ സംബന്ധിച്ചുള്ള വലിയൊരു അവസരമാണ് സ്ഥലത്തിന്റെ ഭാഗമാകാനുള്ളത്. സോ എല്ലാ ആൾക്കാരും തന്നെ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ 9954000800 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അവെഞ്ചേഴ്സിന്റെ ഭാഗമായിട്ട് മാറുക. ഈ വർഷത്തെ USSഉം അതേപോലെ തന്നെ നമ്മുടെ മെയിൻ എക്സാമിനും ഈ പറയുന്ന ക്രിസ്മസ് എക്സാമിനകത്തൊക്കെ ഫുൾ മാർക്ക് വാങ്ങിയിട്ട് നമ്മൾ സ്റ്റാർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വിലസണം മക്കളെ. സോ നമുക്ക് തുടങ്ങാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മാപ്സ് ആൻഡ് ടെക്നോളജി ടു നോ ദ എർത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് മക്കളെ. ആദ്യം നമുക്കറിയാം എന്താണ് മാപ്പ് എന്നുള്ളത് അല്ലേ. ഈ പറഞ്ഞ എർത്തിനെ അല്ലെങ്കിൽ ഭൂമിയെ ഒരു പരന്ന പ്രതലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്ലെയിൻ സർഫേസിലേക്ക് നമ്മൾ വരയ്ക്കുന്നതാണ് ആക്ച്വലി എന്ത് മാപ്പ് എന്ന് പറയുന്നത് അല്ലേ. മാപ്പ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇനി കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചോ, പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ മാപ്പും ഗ്ലോബും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. മാപ്പും ഗ്ലോബും തമ്മിലാണ് മക്കളെ. എർത്തിന്റെ അതേ റിയൽ മോഡലാണ്, യഥാർത്ഥ മാതൃകയാണ് ഈ പറഞ്ഞ ഗ്ലോബ് എന്ന് പറയുന്നത്. എന്നാൽ ഈ പറഞ്ഞ എർത്ത് അല്ലെങ്കിൽ ഭൂമിയെ ഒരു പരന്ന പ്രതലത്തിലേക്ക് വരയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, മാപ്പ് കിട്ടുക അല്ലേ. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഒരു ഈ ഒരു പ്രധാനപ്പെട്ട ഇതിന്റെ ഫീച്ചേഴ്സുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ടോ? ഉണ്ട്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ആ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചോദ്യം ഒന്ന് എല്ലാ ആൾക്കാരും ഒന്ന് നോക്കിക്കേ, ഒന്ന് വായിച്ചേ. നിങ്ങൾ കാണാൻ പറ്റും. ദ പിക്ചേഴ്സ് ഓഫ് ഗ്ലോബ് ആൻഡ് മാപ്സ് ആർ ഗിവൺ ബിലോ. ഒബ്സർവ് ദം ആൻഡ് ഐഡന്റിഫൈ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ടു. മക്കളെ ശ്രദ്ധിക്കുക, ഭൂപടത്തിന്റെയും ഗ്ലോബിന്റെയും ചിത്രങ്ങളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. അവ നിരീക്ഷിച്ച് സൂചനയുടെ അടിസ്ഥാനത്തിൽ അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടെത്തുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. ഗ്ലോബിന്റെയും അതേപോലെ തന്നെ മാപ്പിന്റെയും പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഡിഫറൻസുകൾ എന്ത് ചെയ്യാം, ചിലപ്പോൾ ചോദിക്കാം. അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ മക്കളെ എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ എഴുതേണ്ടത്, ആ പോയിന്റിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഞാൻ പറയാൻ പോകുന്നത്. മക്കളെ ഇത്തരത്തിലേക്ക് ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, ചോദിക്കും. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കും. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ട ആൻസർ ഇതാണ്. ഗ്ലോബ് മാപ്പ് ഇതിന്റെ പ്രധാനപ്പെട്ട ഡിഫറൻസുകളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതേ ചോദ്യം തന്നെ മക്കൾ ശ്രദ്ധിക്കുക, വേറെ രീതിയിലേക്ക് നിങ്ങൾക്ക് ചോദിക്കാം. എങ്ങനെയാണെന്നല്ലേ, ഇങ്ങനെയാണ് ചോദിക്കാം. നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റി ആണല്ലോ, ആ ആക്ടിവിറ്റിയിൽ ഇങ്ങനെ കുറേ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്ലോബിന്റെയും മാപ്പിന്റെയും പ്രധാനപ്പെട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സുകൾ എന്ത് ചെയ്യും, ഇങ്ങനെ താഴെ തരും. കണ്ടോ, ഇവിടെ കണ്ടോ ഇങ്ങനെ തരും. എന്നിട്ട് അത് കണ്ടെത്തിയിട്ട് പട്ടികപ്പെടുത്തി എഴുതാൻ നിങ്ങളോട് എന്ത് ചെയ്യും, പറയും. ഗ്ലോബുകളുടെയും ഭൂപടങ്ങളുടെയും ചില പ്രധാന സവിശേഷതകളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. അവ ഗ്ലോബുകളുടെയും സവിശേഷതകൾ, ഭൂപടങ്ങളുടെ സവിശേഷതകൾ എന്നിങ്ങനെ തരം തിരിച്ച് പട്ടികപ്പെടുത്തു. അങ്ങനെയും ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ ഈ രണ്ട് രീതിയിലേക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് വരാട്ടോ. അപ്പൊ അതിനൊക്കെ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതണ്ടേ. അപ്പൊ കൺസെപ്റ്റ് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കണ്ടേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഈ പറയുന്ന ഗ്ലോബിന്റെയും മാപ്പിന്റെയും പ്രധാനപ്പെട്ട ഡിഫറൻസുകളാണ് നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്യാനുള്ളത്, പറയാൻ പോകുന്നത്. സോ മക്കളെ, എല്ലാ ആൾക്കാരും ഇതുപോലെ തന്നെ ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ്, ഗ്ലോബിനെ കുറിച്ചാണ്. ഗ്ലോബിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളാണ് മക്കളെ. ആദ്യം തന്നെ നിങ്ങൾക്കറിയാം, ഗ്ലോബ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റിയൽ മോഡൽ ഓഫ് ദി എർത്ത് ആണ് മക്കളെ. ഭൂമിയുടെ യഥാർത്ഥ മാതൃകയാണ്, റിയൽ മോഡൽ ആണ് അല്ലേ. അപ്പോൾ ഭൂമിയുടെ യഥാർത്ഥ മാതൃകയാണ് ഇത്, ഈ ഒരു പ്രധാനപ്പെട്ട ഗ്ലോബ് എന്ന് പറയുന്നത്. ഗ്ലോബ് ഭൂമി എങ്ങനെയാണോ ഉള്ളത് അതേപോലെയാണ് നിർമ്മിച്ചത്. മക്കളൊന്ന് ആലോചിച്ചാൽ മതി. ഈ ഭൂമിയുടെ ആ ചരിവ് വരെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ. ഭൂമിയുടെ ആ ചരിവ് വരെ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ. ഭൂമിക്കൊരു മോഹൻലാലിനെ പോലെയൊക്കെ ജസ്റ്റ് ഒരു ചരിവുണ്ട്. ആ ചരിവ് വരെ ഗ്ലോബ് ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവർ നിരീക്ഷിച്ചിട്ട് ആ രീതി തന്നെയാണ് എന്ത് ചെയ്തത് കൊടുത്തിട്ടുള്ളത്. അതാ പറയുന്നത് റിയൽ മോഡലാണ്. ഇനി നോക്ക് മക്കളെ, അതിനകത്ത് കാണാൻ പറ്റും ഇറ്റ്സ് എ സ്ഫെറിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദി എർത്ത് ആണ്. മക്കളെ ശ്രദ്ധിക്കുക, പ്രധാനമായിട്ടും ഇത് കാണുന്നത് ഭൂമിയുടെ ഗോളാകൃതിയിലുള്ള ചിത്രീകരണമാണ്. രണ്ടാമത്തെ പോയിന്റാണ് ഗോളാകൃതിയിലുള്ള ചിത്രീകരണം. അതായത് ഭൂമി എങ്ങനെയാണോ ഉള്ളത് ആ രീതിയിലേക്ക് തന്നെ ഗോളാകൃതിയിൽ തന്നെയാണ് ഈ പറയുന്ന ഗ്ലോബും എന്ത് ചെയ്യുന്നത്, ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. ഓക്കെ, റെഡി അല്ലേ. ഇനി അടുത്ത നോക്ക്,
ഗിവ് കോംപ്രഹെൻസീവ് വിഷ്വൽ സെൻസ് അല്ലേ മക്കളെ, സമഗ്രമായ ദൃശ്യബോധം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട് അല്ലേ. ഈ ഭൂമിയെക്കുറിച്ചുള്ള ഒരു സമഗ്ര ദൃശ്യബോധം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്. അപ്പം നിങ്ങൾ നോക്ക്, ഭൂമി എന്താണോ എന്നറിയാൻ നമുക്ക് ഏത് നോക്കിയാൽ മതി, ഗ്ലോബ് നോക്കിയാൽ മതി. അപ്പോൾ ഗ്ലോബിനകത്ത് നോക്കുന്ന സമയത്ത് ഭൂമി എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയും. കാരണം ഇവിടെ നിങ്ങൾക്കറിയാം ഇത് ലാൻഡ് ഏരിയാസ് ആണ്, കോണ്ടിനെൻസുകളാണ്. അപ്പം നമുക്കറിയാം ഭൂമിയിൽ ഈ സ്ഥലങ്ങളൊക്കെ കോണ്ടിനെൻസ് ആണ്. അതേപോലെ തന്നെ ഈ നീല നിറത്തിൽ കാണുന്ന സ്ഥലങ്ങളൊക്കെ എന്താണ്, ഇതൊക്കെ പ്രധാനപ്പെട്ട സമുദ്രങ്ങളാണ്, ഓഷ്യൻസ് ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ ഗ്ലോബിലൂടെ ഭൂമിയെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള സമഗ്രമായിട്ടുള്ള ദൃശ്യബോധം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട് അല്ലേ. കോംപ്രഹെൻസീവ് വിഷ്വൽ സെൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗ്ലോബ്. റെഡി അല്ലേ നമ്മൾ പറഞ്ഞത്. അടുത്ത നോക്ക് മക്കളെ, അവിടെ പറയുന്നുണ്ട് ലോഞ്ചിറ്റ്യൂഡ് ലൈൻസ് ആർ ഇല്ലുസ്ട്രേറ്റഡ് ആസ് സെമി സർക്കിൾ ആൻഡ് ലാറ്റിറ്റ്യൂഡ് ലൈൻസ് ആർ ഇല്ലുസ്ട്രേറ്റഡ് ആസ് എ കോൺസെൻട്രിക് സർക്കിൾസ്. മകളെ പ്രധാനമായിട്ട് പറയുന്നുണ്ട് ഈ പറഞ്ഞ രേഖാംശ രേഖകൾ അർദ്ധവൃത്തങ്ങളായും അക്ഷാംശ രേഖകൾ കേന്ദ്രീകൃത വൃത്തങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ തന്നെ ഇതിനകത്ത് ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന കുത്തനെയുള്ള രേഖകളെയാണ് നമ്മൾ രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. വിലങ്ങനെയുള്ള രേഖകളെയാണ് നമ്മൾ ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നത്, ഇതേപോലെ തന്നെ അക്ഷാംശ രേഖകൾ അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അത് ഓർത്ത് വെച്ചോളാം. ഇത്രയും പോയിന്റുകളാണ് ഗ്ലോബ് അല്ലെങ്കിൽ മകളെ ഈ പറയുന്ന ഗ്ലോബുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും പോയിന്റുകൾ, ഇത്രയും സംഭവങ്ങളാണ് പഠിക്കാനുള്ളത്. റെഡിയല്ലേ? ഇനി കുഞ്ഞുങ്ങളെ നമുക്കിനി അടുത്തയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ ഡിസ്കസ് ചെയ്യാം. അടുത്തതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, അതാണ് നമ്മുടെ മാപ്പിനെ കുറിച്ചാണ് പറയുന്നത്. മാപ്പ് എന്നാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയുടെ പ്രധാനപ്പെട്ട ഭൂമിയെ ഇതുപോലെ ഒരു പ്ലെയിൻ സർഫേസിനകത്ത് ഒരു പരന്ന പ്രതലത്തിനകത്ത് ചിത്രീകരിച്ചതാണ് ആക്ച്വലി മാപ്പ് അല്ലെങ്കിൽ ഭൂപടം എന്ന് പറഞ്ഞാൽ അതാണ്. നമുക്ക് നോക്കാം എന്താണ് പ്രധാനപ്പെട്ട ഭൂപടത്തിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. മകളെ അവിടെ പറയുന്നത് ഫസ്റ്റ് പറയുന്നുണ്ട്, ഇറ്റ്സ് എ 2-dimensional ഇമേജ് ഓഫ് ദി എർത്ത് അല്ലേ. അപ്പോൾ ഭൂമിയുടെ ഒരു ദ്വിമാന ദൃശ്യമാണ്, ഭൂമിയുടെ ഒരു ദ്വിമാന ചിത്രീകരണമാണ് ഇത് ഈ പറയുന്ന മാപ്പ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ നോക്കുക, ഒരു ദ്വിമാന ചിത്രീകരണം കണ്ടോ, ഈ ഒരു ദ്വിമാന ചിത്രീകരണമാണ് ഇത് മാപ്പ്. അത് നമ്മൾ പറഞ്ഞ റെഡിയാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ നോക്കിയോ, റെപ്രസെന്റേഷൻ ഓഫ് ദ വോൾ വിത്ത് എ പോർഷൻ ഓഫ് ഇറ്റ് ഓൺ എ പ്ലെയിൻ സർഫേസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതൊരു പരന്ന പ്രതലത്തിലാണ്, അല്ലെങ്കിൽ ഭൂമിയെ പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ ഒരു പരന്ന പ്രതലത്തിലാണ് ചെയ്യുന്നത്, ചിത്രീകരിച്ചത് ഒരു പരന്ന പ്രതലത്തിൽ. അപ്പം നിങ്ങൾക്കറിയാം കണ്ടില്ലേ, ഇതേപോലെ തന്നെ ഇതൊരു പരന്ന പ്രതലത്തിലാണ്. ഗ്ലോബ് അങ്ങനെയാണോ? അല്ല, ഗ്ലോബ് ഇതേപോലെ തന്നെ ഗോളാകൃതിയിലാണെങ്കിൽ ഇതൊരു പരന്ന പ്രതലത്തിലാണ്, ഒരു പരന്ന് കിടക്കുന്ന ഒരു പ്രതലത്തിൽ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ചിത്രീകരിച്ചാണ്, ഒരു പരന്ന പ്രതലത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അറിയാലോ. അടുത്ത നോക്ക് മക്കളെ, ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ് ആർ ഇല്ലുസ്ട്രേറ്റഡ് ആസ് എ സ്ട്രെയിറ്റ് ലൈൻ. അക്ഷാംശ രേഖാംശ രേഖകൾ നേർരേഖകളാണ്, അക്ഷാംശ രേഖാംശ രേഖകൾ നേർരേഖകളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കിയോ, കണ്ടോ, ഇതിനകത്ത് കുത്തനെ വരയ്ക്കുന്ന രേഖകൾ, ഈ കുത്തനെ വരയ്ക്കുന്ന രേഖകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പറഞ്ഞ ലോഞ്ചിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ രേഖാംശ രേഖ. ഇത് സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. അതുപോലെ തന്നെ വിലങ്ങനെ വരയ്ക്കുന്ന രേഖകളെയാണ് നമ്മൾ ഈ പറയുന്ന ലാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ അക്ഷാംശ രേഖ. അതെന്താണ്, സ്ട്രെയിറ്റ് ലൈൻ ആണ്. സോ ദ ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ് ആർ സ്ട്രെയിറ്റ് ലൈൻ ഇൻ മാപ്പ്. അപ്പോൾ മാപ്പിനകത്ത് അക്ഷാംശ രേഖാംശ രേഖകൾ നേർരേഖകളായിരിക്കും, നേർരേഖകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, വരയ്ക്കുന്നതിലേ. ഓക്കെ, ഗ്ലോബിലാണെങ്കിൽ അങ്ങനെയല്ലോ, അല്ല ഗ്ലോബിലാണെങ്കിൽ അങ്ങനെയല്ല, ഇതൊരു നേർരേഖയായിട്ടൊന്നും വരയ്ക്കാൻ പറ്റില്ല. ഇതിങ്ങനെ ഇതുപോലെ തന്നെ എന്താണ്, സെമി സർക്കിളായിട്ടും ഒക്കെ തന്നെയാണ് വരയ്ക്കാനൊക്കെ എന്ത് ചെയ്യുക പറ്റുക അല്ലേ, കോൺസെൻട്രിക് സർക്കിളായിട്ടൊക്കെയാണ് വരയ്ക്കാൻ പറ്റുക. പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല. ഇനി മക്കൾ ശ്രദ്ധിച്ചോ, അടുത്തത് പറയാണ്, നോക്ക്, very useful for collecting information on a specific place and it's planning the route for a trip. ശ്രദ്ധിക്കുക മക്കളെ, രണ്ട് കാര്യങ്ങൾക്ക്. ഒന്ന്, പ്രധാനമായിട്ട് ചില സ്ഥലങ്ങളൊക്കെ പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ വഴികൾ കണ്ടെത്താൻ. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഏറ്റവും മെയിനായിട്ട് ഒരു നിശ്ചിത പ്രദേശത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടാനും അതേപോലെ തന്നെ വഴികൾ, യാത്ര ചെയ്യുന്ന സമയത്ത് വഴികൾ കണ്ടെത്താനും നമുക്ക് ഏറ്റവും ഈസി എന്ന് പറഞ്ഞാൽ ഇതാണ്, മാപ്പാണ്. മാപ്പല്ലേ, മാപ്പ് ഉപയോഗിച്ചാലാണ് നമുക്ക് എളുപ്പത്തിൽ ഓരോ സ്ഥലത്തും കണ്ടെത്താൻ പറ്റുക. അതിനൊരു എക്സാമ്പിൾ ഗൂഗിൾ മാപ്പ് അല്ലേ. നമുക്ക് ഗൂഗിൾ മാപ്പ് നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താം. നിങ്ങളൊക്കെ ഒരു മാപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നോക്കി, ഇന്ത്യയിൽ നിന്ന് ഈ പറഞ്ഞ അമേരിക്കയിലേക്ക് എങ്ങനെ പോകണം, കറക്റ്റ് ഒരു മാപ്പിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. ഈ മാപ്പ് ഇന്ത്യയിലൂടെ ഇതിലെങ്ങനെ ഇന്ത്യൻ ഓഷ്യനിലൂടെ കയറിയിട്ട് പിന്നെ അറ്റ്ലാന്റിക് ഓഷ്യനിലേക്ക് കയറുക, പിന്നെ അറ്റ്ലാന്റിക് ഓഷ്യനിൽ ഇങ്ങനെ സഞ്ചരിച്ച് ഈ ഇവിടെ എത്തുക. ഇതാണ് ഇത് അമേരിക്ക. കറക്റ്റായിട്ട് ഒരു മാപ്പിനകത്ത് കണ്ടെത്താൻ പറ്റും മക്കളെ. അതേ ഇത് നമുക്ക് ഈ ഗ്ലോബിനകത്ത് നമുക്ക് കണ്ടെത്താൻ പറ്റുമോ? ഇല്ല, അത് പെട്ടെന്ന് ഈസി അല്ല. കണ്ടെത്താൻ പറ്റും, പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ നോക്കി തിരഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ ഇതിൽ ഈസിയാണ്. ഇതിലൊരൊറ്റ നോട്ടത്തിൽ എന്ത് ചെയ്യും, നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഈസി അല്ലേ, റെഡിയാണ്. അപ്പോൾ ഇത്രയാണ് കുഞ്ഞുങ്ങളെ, ഓർത്ത് വെച്ചോളൂ. നമ്മൾ പ്രധാനമായിട്ടും ഗ്ലോബും മാപ്പും തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ് കേട്ടോ. ഈ പറഞ്ഞ ഗ്ലോബും ഭൂപടങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. പഠിച്ചു വെച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, രണ്ട് രീതിയിലേക്ക് ചോദ്യങ്ങൾ ചോദിക്കും. ഒന്നുകിൽ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ പ്രസ്താവനകളൊക്കെ തന്നിട്ട് ഇതേപോലെ തന്നെ ഇതിന് വേർതിരിച്ച് എഴുതാൻ നിങ്ങളോട് ചോദിക്കും. അതല്ല എങ്കിൽ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യും, ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ചോദിക്കും.
പഠിക്കാം കേട്ടോ. അപ്പൊ അത് പഠിച്ചു വെച്ചോളാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, റെഡി. ഇനി അങ്ങനെയാണെങ്കിൽ ദേ പിടിച്ചോ. അടുത്തത് ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കാനുള്ളത് അടുത്തൊരു ഭാഗം എന്ന് പറഞ്ഞാൽ മക്കളെ നോക്ക്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാപ്സ് ആണ്. വിവിധ തരത്തിലേക്കുള്ള മാപ്പുകൾ ഏതൊക്കെ ചോദിക്കും. വിവിധ തരത്തിലേക്കുള്ള മാപ്പുകളല്ലേ, ഉറപ്പിച്ചു വെച്ചോ. വിവിധ തരത്തിലുള്ള മാപ്പിന് ഉദാഹരണങ്ങൾ ചോദിക്കും. മക്കൾ ഏതൊക്കെ മാപ്പ് ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ മാപ്പ് ഉണ്ട്, രാഷ്ട്രീയ ഭൂപടമുണ്ട്, അതുപോലെ ഫിസിയോഗ്രഫിക് മാപ്പ് ഉണ്ട്, ഭൂപ്രകൃതി ഭൂപടങ്ങളുണ്ട്, അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ മാപ്പ് ഉണ്ട്, ഗതാഗത ഭൂപടമുണ്ട്, സോയിൽ മാപ്പ് ഉണ്ട്, മണ്ണ് ഭൂപടമുണ്ട്. അത് മാത്രമല്ല മക്കളെ, ഇതേപോലെ തന്നെ ഒരുപാട് ഈ മറ്റു തരത്തിലേക്കുള്ള ഈ പറയുന്ന മിനറൽസ് സാധനങ്ങൾ കാണിക്കുന്ന വ്യത്യസ്ത തരത്തിലേക്കുള്ള മാപ്പുകളുണ്ട്. നമ്മൾ വിചാരിച്ചതുപോലെ അല്ല, ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള മാപ്പുകളുണ്ട്. നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും എക്സാമ്പിളുകൾ ഒന്ന് പരിശോധിച്ചാലോ. ആദ്യം തന്നെ നോക്കി പൊളിറ്റിക്കൽ മാപ്പ്. മകളെ പൊളിറ്റിക്കൽ മാപ്പ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ഭൂപടം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. അതൊക്കെ കാണിക്കുന്നതൊക്കെ രാഷ്ട്രീയ ഭൂപടത്തിനകത്താണ് കാണിക്കുക. രാഷ്ട്രീയ ഭൂപടത്തിനകത്ത് മനുഷ്യൻ തന്നെയാണ് ഇതൊക്കെ ഡിവൈഡ് ചെയ്യുന്നത്, ഈ സംസ്ഥാനങ്ങളൊക്കെ തന്നെ. എന്നാൽ മകളെ ശ്രദ്ധിച്ചോ, അടുത്തതാണ് ഫിസിയോഗ്രഫിക് മാപ്പ്. ഫിസിയോഗ്രഫിക് മാപ്പ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ട്, അതായത് പ്രകൃതിദത്തമായിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ അതിനകത്ത് ഇതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂവിഭാഗങ്ങളാണ് കാണിക്കുന്നത്. ജോഗ്രഫിക്കൽ ഡിവിഷൻസ് ആണ്, കണ്ടില്ലേ? ഈ ഒരു ഭാഗത്താണ് നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്, ഉത്തര പർവ്വത മേഖല. അതേപോലെ തന്നെ ഇവിടെയാണെങ്കിൽ ഈ പറയുന്ന നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, ഉത്തര മഹാസമതലം. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് പെനിൻസുലാർ പ്ലാറ്റ്യൂ, കണ്ടില്ലേ? ഈ ഒരു ഭാഗത്ത് ഉപദ്വീപിയൻ പീഠഭൂമിയാണ് ഇവിടെ കൊടുത്തത്. പിന്നെ ഇതാക്കേണ്ടതാ, ഇവിടെ കാണിക്കുന്നു, ഇവിടെയും കാണിക്കുന്നു. ഇതാണ് കോസ്റ്റൽ ഏരിയ, അതായത് ഇന്ത്യയുടെ കടൽ തീരം. എന്താ ഈ ഗുജറാത്തിന്റെ ഇവിടെ മുതൽ പച്ച ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ സൂ എന്ന് പറഞ്ഞിട്ട് കേരളം എന്നു അതിൽ ഇങ്ങനെ സൂ എന്ന് പറഞ്ഞിട്ട് ബംഗാൾ വരെ കടൽ തീരാണ്, അതവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലേക്കുള്ള ഭൂപ്രകൃതികളെ കാണിക്കുന്നതാണ് ഭൂപ്രകൃതി ഭൂപടം അല്ലെങ്കിൽ ഫിസിയോഗ്രഫിക് മാപ്പ് എന്ന് പറയുന്നത്. റെഡിയല്ലേ? അടുത്തതാണ് ട്രാൻസ്പോർട്ടേഷൻ മാപ്പ്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്തുള്ള ഗതാഗതമാണ്. അതിലിപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തത് നാഷണൽ ഹൈവേ, ഇന്ത്യയിലൂടെയുള്ള ദേശീയ പാതകൾ. നിങ്ങൾക്കറിയാലോ, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ റോഡുകളാണ് നാഷണൽ ഹൈവേ അല്ലെങ്കിൽ NH എന്നൊക്കെ നമ്മൾ പറയുന്നത് അല്ലേ, ദേശീയ പാതകൾ. ആ ദേശീയ പാതയാണ് ഇവിടെ കൊടുത്തത്. വലിയ ദേശീയ പാതകളാണ് കൊടുത്തത് അല്ലേ. ചെറിയ റോഡുകളൊന്നും കൊടുത്തിട്ടില്ല. ചെറിയ റോഡ് എന്ന് പറഞ്ഞാൽ വില്ലേജ് റോഡ് ഉണ്ട്, ഡിസ്ട്രിക്ട് റോഡ് ഉണ്ട്, ഇതൊന്നും അവിടെ കൊടുത്തിട്ടില്ല. ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏതാണ്? ഈ പറയുന്ന ഏറ്റവും വലിയ റോഡുകളായിട്ടുള്ള നാഷണൽ ഹൈവേസ് ആണ് എന്ത് ചെയ്യുന്നത് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഓരോ റൂട്ടുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കറക്റ്റായിട്ട് കാണുന്നില്ലേ? ഇതാണ് ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ മാപ്പ് അല്ലെങ്കിൽ ഗതാഗത ഭൂപടം. അടുത്തത് മക്കളെ നിങ്ങൾ നോക്കിക്കോ, സോയിൽ മാപ്പ്, മണ്ണ് മാപ്പ്. ഇന്ത്യക്കകത്ത് വ്യത്യസ്തമായിട്ടുള്ള മണ്ണുണ്ട്. ആ മണ്ണ് എന്ത് ചെയ്യുന്നുണ്ട് കാണിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടതാ, ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് കറുപ്പ് നിറത്തിലാണുള്ളത്. അപ്പൊ കറുപ്പ് നിറത്തിലൊരു മണ്ണുണ്ടല്ലോ, ഇതാണ് ബ്ലാക്ക് സോയിൽ. ഈ കറുപ്പ് നിറത്തിൽ നിങ്ങൾ ഇവിടെ കാണുന്ന ഈ മണ്ണിന്റെ പേരാണ്, ഇതാണ് ബ്ലാക്ക് സോയിൽ ആണ്. ഇതാണ് ബ്ലാക്ക് സോയിൽ. ഇത് ബ്ലാക്ക് സോയിൽ ആണ്, കറുത്ത മണ്ണാണ് അത്. മനസ്സിലായില്ലേ? അപ്പൊ ഇന്ത്യക്കകത്ത് പ്രധാനമായിട്ട് കറുത്ത മണ്ണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈ ഒരു പ്രദേശത്താണ് കറുത്ത മണ്ണ് സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലാക്കി വെക്കുക. ഇനി അതേപോലെ തന്നെ നോക്കിക്കോ, ഇതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള മണ്ണുകളൊക്കെ എന്ത് കാണുന്നുണ്ട്. ഫോറസ്റ്റ് സോയിലും ലാറ്ററൈറ്റ് സോയിലും ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. റെഡിയല്ലേ? ഇനി അതേപോലെ തന്നെ മക്കളെ ശ്രദ്ധിക്കുക, അടുത്തത് റിവർ മാപ്പ് ഉണ്ട്. റിവർ മാപ്പ്, നദികളെ കുറിച്ച് പഠിക്കാനുള്ള മാപ്പുകളുണ്ട്. ഇന്ത്യക്കകത്തുള്ള ഏറ്റവും ടോപ്പ് മോസ്റ്റ് റിവേഴ്സുകളാണ്. ഇപ്പോൾ ഇന്ത്യക്കകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വലിയ നദികളുണ്ട്. ആ വലിയ 3 നദികളിൽ ഒന്നാണ് ഇതിലെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഈ പറയുന്ന കാശ്മീരിലൂടെ ഒഴുകിയിട്ട് ഈ പറയുന്ന പാകിസ്ഥാനിലൂടെ അറബിക്കടലിൽ എത്തുന്നുണ്ട്. ആ നദിയാണ് ഇൻഡസ്. കണ്ടോ, ഇൻഡസ് അവിടെ കാണാം. കണ്ടില്ലേ കുഞ്ഞുങ്ങളെ? നിങ്ങൾ കണ്ടോ, ഇത് കാണാം, ഇൻഡസ്. റെഡി? അതേപോലെ തന്നെ അടുത്ത ഒരു ഹിമാലയൻ റിവർ ആണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഉത്ഭവിച്ചുകൊണ്ട് ഇതിലെ ഇങ്ങനെ നോക്കിയോ മക്കളെ, ഇതിലെ ഇങ്ങനെ ഉത്ഭവിച്ചുകൊണ്ട് ഇതിലെ ഇങ്ങനെ ഇന്ത്യയിലൂടെ ഒഴുകി അവസാനം അറബിക് ഈ പറഞ്ഞ ബേ ഓഫ് ബംഗാൾ എത്തുന്നുണ്ട്. അതാണ് മക്കളെ ഇവിടെ കാണുന്ന ഗംഗയാണ്. അടുത്ത നിങ്ങൾ നോക്കിയോ, ഇതിലെ തന്നെ ഈ പറഞ്ഞ ചൈനയിലൂടെ, ഈ ചൈനയുടെ ഈ ഒരു ടിബറ്റിലൂടെ ചൈനയിലൂടെ ഇങ്ങനെ ഒഴുകി അവസാനം ഇന്ത്യയിലേക്ക് എത്തി അവസാനം ഈ പറഞ്ഞ ബേ ഓഫ് ബംഗാളിലേക്ക് എത്തുന്ന നദിയുണ്ട്. അതാണ് ബ്രഹ്മപുത്ര. കണ്ടില്ലേ? അപ്പൊ ഇങ്ങനെ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട നദികളൊക്കെ തന്നെ ഈ 3 എണ്ണം ഹിമാലയൻ നദിയാണ്. ഈ പറഞ്ഞ സിന്ധു, അതേപോലെ തന്നെ ഗംഗ, ബ്രഹ്മപുത്ര. അത് കൂടാതെ ഉപദ്വീപ്യൻ നദികളുണ്ട്. അതായത് ഇന്ത്യക്കകത്തുള്ള ചെറിയ ചെറിയ നദികളുണ്ട്. ആ നദികളാണ് ഏതൊക്കെ? ഉപദ്വീപിലൂടെ ഒഴുകുന്ന നർമ്മദ, താപ്തി, അതുപോലെ കാവേരി, കൃഷ്ണ അല്ലേ, അതേപോലെ തന്നെ ഗോദാവരി, മഹാനദി. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അതും കാണിക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട നദികളുണ്ട്. അപ്പൊ ഇത്തരത്തിലേക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള മാപ്പുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ നോക്കിക്കോളൂ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാപ്പ് അല്ലേ, വ്യത്യസ്ത തരത്തിലേക്കുള്ള ഭൂപടങ്ങളുണ്ട്. ആ ഭൂപടങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ. ആ മാപ്പുകളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. പൊളിറ്റിക്കൽ മാപ്പ്, ഫിസിയോഗ്രഫിക് മാപ്പ്, ട്രാൻസ്പോർട്ടേഷൻ മാപ്പ്, സോയിൽ മാപ്പ്, അതേപോലെ തന്നെ റിവർ മാപ്പ്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കാണിക്കുന്നുണ്ട്. സെറ്റ് അല്ലേ? ഇനി കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അടുത്തത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തതാണ്
ഒരു മാപ്പിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ് ഒരു മാപ്പിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്? എക്സാമിന് ഇത് ഭാഗത്തു നിന്നൊക്കെ എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പം നിങ്ങൾ നോക്കി, ഇവിടെ ഒരു മാപ്പ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ കേരളത്തിൻ്റെ മാപ്പിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്, കുറച്ച് ഘടകങ്ങളുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് നോക്കണം മക്കളെ. അതിൽ ഒന്ന് നോക്കിക്കോ, ടൈറ്റിൽ. പ്രധാനമായിട്ട് എന്ത് വേണം, ടൈറ്റിൽ വേണം അല്ലേ, ടൈറ്റിൽ വേണം, അതായത് തലക്കെട്ട് വേണം. അപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്നില്ല, ഇവിടെ കണ്ടോ, കേരള ഫിസിയോഗ്രഫി, അതാണ് ഇതിൻ്റെ ടൈറ്റിൽ. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയാണ്, അത് ടൈറ്റിലാണ്, മനസ്സിലായില്ലേ? ഒരു മാപ്പിന് ഫസ്റ്റ് തന്നെ അത് വേണം, അത് ഏത് സ്ഥലത്തിൻ്റെന്നൊക്കെ നമ്മൾ തിരിച്ചറിയണ്ടേ. അപ്പോൾ തലക്കെട്ട് വേണം, ഉറപ്പല്ലേ, എല്ലാത്തിനും തലക്കെട്ട് വേണ്ടേ. അടുത്തത് സ്കെയിൽ വേണം, തോത് വേണം. തോത് അവിടെ നിങ്ങൾക്ക് രണ്ടാമത് കാണാൻ, കണ്ടോ, ഇതാണ് തോത്, കണ്ടോ. ഇതിനകത്ത് ഇതാ ഈ മാപ്പിനകത്ത് ഇവിടുന്ന് ഇവിടം വരെയാണെങ്കിൽ 25 കിലോമീറ്റർ, ഇവിടുന്ന് ഇവിടം വരെയാണെങ്കിൽ 50 കിലോമീറ്റർ, അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെയാണെങ്കിൽ 100 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഈ ഒരു മാപ്പിനകത്ത് ഇവിടം വരെ 100 കിലോമീറ്റർ ആണ്. അതായത് മാപ്പിനകത്ത് ഇത്രയും സ്പേസ് യഥാർത്ഥത്തിൽ 100 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. മനസ്സിലാക്കി വെക്കുക, നമുക്ക് അതിൽ അങ്ങനെ കിട്ടും അല്ലേ. അതേപോലെ തന്നെ മക്കളെ ശ്രദ്ധിച്ചോ, ഡയറക്ഷൻ, ദിക്കുണ്ട്, ദിക്ക് ഇതാ നോക്കിയോ, ഡയറക്ഷൻ മൂന്നാമത്തത് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അല്ലേ, അതായത് വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, അങ്ങനെ ദിക്കുകൾ കാണിക്കുന്നുണ്ട് അല്ലേ, കറക്റ്റായിട്ട് കാണിക്കും മാപ്പിനകത്ത്. അതേപോലെ തന്നെ മക്കളെ ലാറ്റിറ്റ്യൂഡ്സ്, ലോഞ്ചിറ്റ്യൂഡ്സ്, ഇതാ കുത്തനെ വരയ്ക്കുന്ന രേഖകൾ, കുത്തനെ വരയ്ക്കുന്നതാണ് ഇത് പ്രധാനപ്പെട്ട മക്കളെ ശ്രദ്ധിക്കുക. ലോഞ്ചിറ്റ്യൂഡ്സ്, വിലങ്ങനെ വരയ്ക്കുന്നത് ലാറ്റിറ്റ്യൂഡ്സ്, അതും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, കണ്ടിട്ടില്ലേ. അതേപോലെ തന്നെ അടുത്ത് നോക്കിയോളൂ, കൺവെൻഷണൽ കളേഴ്സ് ആൻഡ് സിംബൽസ് അല്ലേ, അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും. ഇതാ ഇവിടെ കണ്ടോ, ഇവിടെ ഇൻഡെക്സ് എന്ന് പറഞ്ഞ സാധനം, ഇതാണ് ഇൻഡിക്കേറ്റേഴ്സ്, ഇൻഡെക്സ് ആണ്, സൂചിക. അതായത് ഇതിലെ ലാസ്റ്റ് ഒരു സാധനമാണ് സൂചിക അല്ലെങ്കിൽ ഇൻഡെക്സ്, കണ്ടോ. ഈ ഇൻഡെക്സിനകത്ത് ഇതിനകത്ത് ഓരോരോ കളേഴ്സും എന്തിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത് കൊടുക്കുന്നുണ്ട്, കണ്ടോ. ഈ ഒരു മാപ്പിനകത്ത് 3 കളറാണ്, മഞ്ഞ, പച്ച, അതുപോലെ തന്നെ ചുവപ്പ്. ഈ മൂന്നിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഈ മഞ്ഞ എന്തിനാന്ന് വെച്ചാൽ ഇത് പ്രധാനപ്പെട്ട കോസ്റ്റൽ റീജിയൻ ആണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് അറിയാലോ, ഇതാണ് അറബിക്കടലാണ്. അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു ഭാഗത്ത് മഞ്ഞ കളർ കാണുന്നുണ്ടെങ്കിൽ അത് കോസ്റ്റൽ റീജിയൻ ആണ്, തീരപ്രദേശമാണ്. കണ്ടോ ഇവിടെ കണ്ടില്ലേ, മഞ്ഞ എന്ന് പറഞ്ഞാൽ അത് കോസ്റ്റൽ ഏരിയയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പച്ച നിറം എന്ന് പറഞ്ഞാൽ മിഡ്ലാൻഡ് ആണ്, അല്ലെങ്കിൽ ഇടനാടാണ് പച്ച നിറം. ഈ ഹൈലാൻഡ് എന്ന് പറഞ്ഞാൽ അതെന്താണ്, ചുവപ്പാണ്, അല്ലെങ്കിൽ മലനാടാണ്. അപ്പോൾ ശ്രദ്ധിച്ചോ, കോസ്റ്റൽ ഏരിയ, മിഡ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഇടലാൻഡ്, ഹൈലാൻഡ് എന്ന് പറഞ്ഞാൽ മലനാട്. ഇതാണ് ഈ ഒരു മാപ്പിനകത്ത് കാണിച്ചിട്ടുള്ള കളേഴ്സ്. അപ്പോൾ ഓരോ മാപ്പിനകത്തും കൺവെൻഷണൽ കളേഴ്സ് ആൻഡ് സിംബൽസ് ഉണ്ട്, അംഗീകൃതമായ നിറങ്ങളും ചിഹ്നങ്ങളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കാണേണ്ടത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ എന്ത് ചെയ്യും, ഇത് ചോദിക്കട്ടോ, ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും, ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം ഏതാണെന്നറിയോ, അത് സ്കെയില്, തോതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യും, ചോദിക്കും. തോതുമായി ബന്ധപ്പെട്ട് 3 രീതികളൊക്കെ ഉണ്ട്. ആ രീതികൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പറയാനുണ്ട്. അപ്പോൾ മക്കളെ ഇത്രയുമാണ് ഇപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. ഇനി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിനകത്ത് ഇപ്പോൾ ഇതിൻ്റെ അല്ല, ഇതിനേക്കാൾ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ചും കൂടിയും ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ എവിടെ പറയുന്നു വെച്ചാൽ ഇനിയുള്ള ലൈവിലും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ പറയും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു ടെൻഷനും ഇല്ലാതെ മക്കൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ, USS കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ, നിങ്ങൾ ആലോചിച്ച് USS ഒക്കെ കിട്ടിയിട്ട് നാട്ടിലൂടെയൊക്കെ വിലസി നടക്കണം എന്ന് ആലോചിക്കുന്ന ആൾക്കാർ, നിങ്ങൾ സ്റ്റാറായിട്ട് അങ്ങനെ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ, എല്ലാ ആൾക്കാരും ഫ്ലെക്സുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ, നിങ്ങളുടെ അങ്ങാടികളിൽ, നിങ്ങളുടെ സ്കൂളിനകത്ത് നിങ്ങളുടെ ചിത്രം വെച്ചിട്ടുള്ള ഫ്ലെക്സുകൾ ഉയരുന്നത് കാണുന്ന സമയത്ത് മറ്റുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് അവരിൽ നിന്ന് കിട്ടുന്ന സ്നേഹം, അതൊക്കെ നിങ്ങൾ ഇപ്പോഴേ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, അതൊക്കെ മനസ്സിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, മകളെ ഞാൻ പറയുന്നു, അതിനുള്ള ഒരു ബെറ്റർ ഓപ്ഷൻ, USS കിട്ടാനുള്ള ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ് നമ്മുടെ സൈലത്തിൻ്റെ അവഞ്ചേഴ്സ് ബാച്ച്. സോ അവഞ്ചേഴ്സ് ബാച്ചിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്തോ, അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം മക്കളെ. സോ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമുക്ക് പറയാനുള്ളത്. സോ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനി നിങ്ങൾക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്താണ്, അല്ലെങ്കിൽ ഏത് ഏരിയാസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് അത് നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പറയാം കേട്ടോ. നിങ്ങൾക്ക് ഏത് ഏരിയ ആണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജെസി സാറാണ്. സോ ബായ് മക്കളെ, ബായ്. കാണാം. ബായ് എവരിവൺ.